ജ്ഞാനഫലം ബ്രഹ്മജ്ഞാന ഔഷധം ജ്ഞാനത്തിൻ്റെതായ സർപ്പം അറിവ് കഴിയുന്നതായ സർപ്പം തൊട്ടിട്ടുണ്ട്. അത് വിശേഷ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ജ്ഞാനമില്ലാത്തതുകൊണ്ടെന്ന് നോക്കുക. ബ്രഹ്മജ്ഞാന ഔഷധം ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം എന്നാണ് മരുന്നില്ലാണ്ട്. കിം ദേവേശ ശാസ്ത്രേശ ദേഹം കൊണ്ട് ശാസ്ത്രമുണ്ടോ, കിമു മന്ത്രേ കിമൌഷധേ ഏതൊരു മന്ത്രം കൊണ്ടോ ഔഷധമുണ്ടോ കരുതുന്നില്ല. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. അനേക ശബ്ദങ്ങളുണ്ട്. ശബ്ദജാലങ്ങൾ ദീർഘമാണ്. ചിത്തഭ്രമണ കാരണം മനസ്സെ ധ്വംസിക്കാനാണ്. അത് പ്രയത്നാജ്ഞാതവ്യം. നമ്മൾ പ്രയത്നം ചെയ്ത് മനസ്സിലാക്കണം. തത്വജ്ഞേ തത്വമാത്മ. തത്വജ്ഞനായിട്ടുള്ള ആത്മതത്വത്തെ അറിയണം. അപ്പൊ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. അത് പ്രയത്നാജ്ഞാതവ്യം. അത് പ്രയത്നാജ്ഞാതവ്യം തത്വജ്ഞേ തത്വമാത്മ. താത്വികമായ ഒരാൾ ആത്മതത്വത്തെ അറിയണം. അത് വളരെ പ്രയോജനമുള്ളതാണ് പറയുന്നത്. അതിനകത്ത് അജ്ഞാന സർപ്പദംശ ബ്രഹ്മജ്ഞാന ഔഷധം. അജ്ഞാന സർപ്പം കൊണ്ട് എല്ലാവരും ധരിക്കുന്നു. അത് അതിൻ്റെയാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു, എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാന ദൃഷ്ടിയിലുള്ളതായ പ്രവാഹനാദിയ സുഖദുഃഖ മിശ്രിതമായ ഈ ജീവിതത്തിൽ ദുഃഖം തീരെ ഇല്ലാത്തതായ മോക്ഷത്തിന് വേണ്ടിയിട്ടായ മാർഗം അറിയാതെ ഒരു അവസ്ഥയാണെന്നുണ്ട് അജ്ഞാന സർപ്പദംഷ്ടം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അതായത് രോഗവാഴ്ചയിൽ ജീവിക്കുന്ന സമയത്ത് അതിന്റെ ആധാരം കിട്ടുന്നില്ല. എന്തിനാണ് ജീവിക്കണം എന്നതിന്റെ പൂർണ്ണത വരുന്നില്ല. വിശേഷമില്ല കിട്ടുന്നത് അതിന് പ്രേരണത്തിലാണ് പറയുന്നത്. അജ്ഞാന സർപ്പദംശ ബ്രഹ്മജ്ഞാന ഔഷധത്തിന. അജ്ഞാന സർപ്പദംശ ബ്രഹ്മജ്ഞാന ഔഷധത്തിന. ഇവ വേദേശ ശാസ്ത്രേശ. എന്ത് വേദമുണ്ട്, എന്ത് ശാസ്ത്രമുണ്ട്. അതാണ് വേദന ആരും ഉപയോഗിക്കാത്തത്. വേദം കൊണ്ട് അപൂർവം കിട്ടുന്നതിന് വ്യക്തതയില്ല. ശാസ്ത്രം കൊണ്ട് അപൂർവം കിട്ടുന്നതിന് വ്യക്തതയില്ല. ശാസ്ത്രീയ വിശേഷ ശാസ്ത്രമാണത്. ഇത് ഇങ്ങനെയാണ് അതിന് പ്രതിനിഷ്ഠിത അർത്ഥത്തെ കൊടുക്കുന്നത്. അതായത് ശരീരത്തിന് ഗുണമുണ്ട്. അങ്ങനെ അറിവിക്കവർ പറയുന്ന സമയത്ത് അവരെ വിശ്വസിച്ച് അവർ ചെയ്യുന്നു. അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ മറ്റൊരു ചിലർ ചെയ്യുന്നു. ഇതാണ് വസ്തു സത്യത്തെ ആർക്കും മറക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കുറേ ചിലരെ അവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. മറ്റൊരു യാഥാർത്ഥ്യത്തിനുവേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ പലരും ക്ഷേമത്തിന് കാരണമാകുന്നു. ആ യഥാർത്ഥ അറിയില്ലാതെ വെച്ചാൽ വസ്തുസത്യത്തെ അറിയില്ലാതെ വെച്ചാൽ മേൽജീവിതയോട് അറിയപ്പെടുന്ന പരമാത്മാവ് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ദുരിതങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നില്ല. സത്യം. അജ്ഞാന സർപ്പദംശസ്യാം ബ്രഹ്മജ്ഞാനൗഷധം വിനാ കിമു വേദേശ ശാസ്ത്രേശ. അജ്ഞാന സർപ്പദംശസ്യ ബ്രഹ്മജ്ഞാനൗഷധം വിനാ കിമു വേദേശ ശാസ്ത്രേശ. കിം വേദേശ ശാസ്ത്രേശ. കിം മന്ത്രേ കിമൗഷധി. കിം മന്ത്രേ കിമൗഷധി. മന്ത്രം കൊണ്ടും മന്ത്രത്തിനെ കൊണ്ടെന്തായാലും ഔഷധമാണ് എന്തായാലും. ഈ ഔഷധവും മന്ത്രവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനമുള്ളവർക്ക് ആശ്രയിക്കുന്ന സമയത്ത് വളരെ ഔഷധം നമ്മൾ സേവിച്ചതിന് സമാനം. അതേപോലെ മന്ത്രത്തിന്റെ പ്രയോജനം ഉണ്ടാകും. അപ്പം വെറുതെ സേവിക്കുന്നതിന് കാര്യകർമ്മം ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അറിയാതെ എന്നെല്ലാം ആമത്ത് വെക്കുന്നതും അറിഞ്ഞിട്ട് ചേർന്നതും ചെയ്യുന്നതുപോലെ അറിഞ്ഞാതിരുന്നോണ്ട എന്നതിനാണെന്നത് വ്യക്തതയുണ്ടാവും. അതുപോലെ ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള ജ്ഞാനങ്ങൾക്ക് വ്യക്തത കിട്ടും. മറ്റുള്ള ജ്ഞാനം ഇല്ലാണ്ടാവുന്നത് അത് അവസാന ഘട്ടം. അപരോക്ഷാനുഭവ ആവശ്യകത. അപരോക്ഷാനുഭവത്തിന്റെ ആവശ്യമുണ്ടാണ് എല്ലാവരും. നഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദത. നഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദത. ഔഷധം കേട്ടതുകൊണ്ട് വ്യാധി പിടിക്കില്ല. ഔഷധി കഴിച്ചാൽ മാത്രമേ വ്യാപിക്കുള്ളൂ. വിനാപരോക്ഷാനുഭവം. അപരോക്ഷാനുഭവം എന്നുള്ളത് ഒരാള് ബ്രഹ്മശബ്ദേ നമിച്ചത്. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞോണ്ടോ ബ്രഹ്മാവ് എന്ന് പറഞ്ഞോണ്ടോ തത്വം എന്ന് പറഞ്ഞോണ്ടോ വ്യാധി പോവില്ല. അതിന് വേണ്ടുന്ന മരുന്നില്ല. ഇപ്പോൾ വസ്തു നടക്കുന്ന വർഷം കഴിയും. ഇപ്പോൾ നമുക്ക് പണം അത്യാവശ്യമായിട്ട് അത് ചെയ്തേ പറ്റും. പണം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലെങ്കിൽ അടുത്ത കാര്യം ബ്രഹ്മവിദ്യ തന്നെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടത്. പരമ പ്രധാനമാണ് അപരോക്ഷാനുഭവത്തിന് കാരണമാകുന്നുണ്ട്. നഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ. മോക്ഷം മോക്ഷം വയ്ക്കുക. മോക്ഷം കിട്ടാനുള്ള പ്രയത്നം ഗുരുപദേശം നല്ലതാണ് തേടിയേ പറ്റുള്ളൂ. എങ്ങനെ
സർവജ്ഞനായ മഹർഷിമാരെ പോയി ആശ്രയിച്ച് ആ കാരണകാര്യ ബ്രഹ്മത്തിന്റെ സാമാനാർത്ഥത്തിൽ അറിയുന്നു. അതുപോലെ ദിനാപരോധാനുഭവം ബ്രഹ്മശബ്ദേ ഉച്ചതേ. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞോളൂ, ഞാൻ ഇതിലെ സത്യവാദിയാണെന്ന് പറഞ്ഞോളൂ, ഞാൻ സത്യം ചെയ്യുന്നു പറഞ്ഞോളൂ, ആവുക ആ സത്യത്തിന്റെ ഉപനിഷത്ത് മാർഗമുള്ളത്. അതിനാൽ മറ്റു മാർഗത്തിലുള്ള താമസത്തിൽ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. അകൃത്വാ ദൃശ്യവിലയ അജ്ഞാത്വാ തത്വമാത്മനഃ അകൃത്വാ ദൃശ്യവിലയ. ദൃശ്യം എന്നുള്ളത് ലയമാവാത്തത്തോളമാണ്. ദൃശ്യം എന്നുള്ളത് ലയിച്ചു കഴിഞ്ഞാൽ ദൃശ്യത്തിന് ദൃശ്യത്തിൽ പോകും. ദൃശ്യവിലയം എന്ന് പറഞ്ഞാൽ ദൃശ്യം എന്നുള്ളതിൻ്റെ അതായത് നിവൃത്തി മാർഗത്തിലേക്ക് പോയാൽ നമുക്ക് അജ്ഞാത്വാ തത്വമാത്മനഃ ആത്മതത്വത്തെ അറിയാതിനാൽ ദൃശ്യവിലയം ഒന്നിന്റെ സന്നിവേഷമായ ലോകവിഷയമായ ലാഭപ്രവൃത്തി മാത്രമുണ്ടാവും. അതായത് നമ്മുടെ ശരീരം രക്ഷിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ തൽക്കാലത്ത് രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അജ്ഞാത്വാൻ ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ തനക്കും മറ്റുള്ളവർക്കും വന്ന പല ഉപകാരങ്ങൾ ചെയ്യാനുണ്ടാവും. വിശേഷ ശക്തിയുണ്ട്. ആ ഉച്ചരിക്കുന്ന ഉച്ചാരണത്തിൽ തന്നെ മറ്റവർക്ക് വളരെയധികം പ്രയോജനം കിട്ടുന്നതാണ് വിശേഷം. അതായത് വേദം പഠിച്ചാൽ പ്രയോജനം ഉണ്ടെങ്കിൽ കൂടാ ആ വേദത്തിന്റെ വേദാന്ത വിഷയം കൂടെ അറിഞ്ഞിട്ട് പ്രയോഗിക്കുന്നത് അസ്തിത്വമായി തീരുന്നതാണ് വിശേഷം. ബ്രഹ്മശബ്ദേ കൃതോ മുക്തി മുക്തി മാത്രേ മൃണാം. ബ്രഹ്മശബ്ദം പറയുന്നതുകൊണ്ട് മുക്തി എന്ന് പറഞ്ഞാല് മുക്തി മാത്രമേ മൃണാം, അത് വെറും വാക്കായി തീരുന്നു. ബ്രഹ്മശബ്ദം എന്നുള്ളത് മുക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മശബ്ദമാണ്, അത് ആത്മാർത്ഥമായി തീരുന്നു, അത് പ്രയോജനപ്പെടുന്നില്ല എന്നാണ്. അത് പ്രയോജനം അനുഭവപ്പെടും. ആ വാക്കല്ലാതെ അതിന്റെ അനുഭവത്തിലും പ്രവേശിക്കുന്നുണ്ട്. ഇത് ഇത്രയാണ് പ്രയോജനമുണ്ട്, ഇതിങ്ങനെ പ്രയോജനമുണ്ട്. ഇതിന്റെ ഒരു ഞാൻ നമുക്ക് വരുന്നതോറും അതിന്റെ ദൃശ്യവിലയ. ദൃശ്യവിലയത്തിൻ്റെ ദൃശ്യത്തിൽ ലയിക്കണം. അങ്ങനെയൊക്കെ മാലികമായ ലയമതാണ്. ദൃശ്യവിശേഷണ ലയം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയ ഗോചരമായിട്ടുള്ള സന്നികർഷമായ ലൗകിക ദൃഷ്ടിയെ വിട്ട് വിശേഷണ ലയം ആത്മാവിലെ ജീവാത്മാ പരമാത്മാവ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ തത്വാത്മനി ലയം പരമാത്മാവ് ലയം ഉണ്ടായി കഴിഞ്ഞാൽ ദൃശ്യവിലയമായി പ്രവൃത്തി ലോകപ്രവൃത്തി പോയി ലോകാത്മക പ്രവൃത്തി മാത്രം. ബ്രഹ്മശബ്ദേ കൃതോ മുക്തി. ബ്രഹ്മം ബ്രഹ്മം മാത്രം പറഞ്ഞാൽ സത്യവാദിയാണെന്ന് പറഞ്ഞ കാര്യമില്ല. അതിന്റെ ആത്മാക്കൾ പ്രസ്ഥാനം പറയുന്നത് അതേപോലെ പ്രേരണകൾ നല്ലത് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ താത്വികമായ നമുക്ക് പോകുന്നു. മുക്തിരാത്മഫലേ മൃണാം. ഓരോ മനുഷ്യനും നരനായിട്ട് ജനിച്ചാൽ മുക്തിയാണുള്ളത് പ്രവൃത്തിയിലൂടെ അറിവിലൂടെ തന്നെ എടുക്കണം. അകൃത്വാ ശത്രു സംഹാര ഭൂശ്രിയം. അകൃത്വാ ശത്രു സംഹാര. ശത്രു സംഹാരത്തെ ചെയ്യാതെ ഭഗവത് അകൃത്വാ അഖില ഭൂശ്രിയം. അഖില ലോകത്തിലുള്ള സ്ത്രീയിൽ പോവാതെ ഞാൻ രാജാവാണെന്ന് നമ്മൾ രാജാവാവില്ല. അഖില ഭൂഷി ഐശ്വര്യ അഖില ഭൂമിയുടെ ഐശ്വര്യത്തെ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ രാജ്യത്തിന്റെ രാജാവാകും. ഈ സകല രാജ്യത്തിനും രാജാവായിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ അത് കുറച്ച് കാലം, ആ കുറച്ചു കാലം മാത്രം രാജാവ് ഉണ്ടായിരുന്നു. ഞാൻ രാജാവിനെ പോലെ ഉണ്ടാവും. ആ ഐശ്വര്യം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തെരഞ്ഞെടുക്കാം. അപ്പൊ ഈ രാജ്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി പല കോർപ്പറേറ്ററും നമുക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ സർവ്വതാ രാജ്യത്തിന്റെ വ്യതിയാനത്തിന്റെ അവസ്ഥ ആത്മവിദ്യ എന്നുള്ളത് അത് ആത്മജ്ഞാനികൾക്ക് തന്നെ കിട്ടണം. ആത്മജ്ഞാനികൾ കൊടുത്താൽ മാത്രമേ മറ്റവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലർ ഉപന്യാസം ചെയ്യുന്നത്, അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നവർ കൊടുക്കുന്നത്. അകൃത്വാ സംഹാര. ശത്രുവിനെ സംഹരിക്കാണ്ട് ഒരു രാജാവായിട്ട് എന്താ പറ്റില്ല. ശത്രു രാജാവിനെ കൊല്ലും. അകൃത്വാ അഖില ഭൂശ്രിയം. ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയാണെന്നത് ആ രാജ്യത്തിന്റെ എതിരുകൾ ഇല്ലാണ്ടാക്കുന്നത് ആ രാജാവിന്റെ ഒരു ആവശ്യം. ഇതിനെ അവൻ രാജഭരണത്താൽ കിട്ടുക. രാജ്യം ഭ്രഷ്ടനാവും. അതായത് രാജ്യം ഇല്ലാണ്ടിരിക്കണം, ധനം ഇല്ലാണ്ടാവണം. അപ്പൊ ധനം ഉണ്ടാവുന്നതിന് അതിന് ധർമ്മം കാരണമാണെന്ന് മാത്രം. അതേപോലെ ധർമ്മത്തിന്റെ മൂലമാണ് ആത്മജ്ഞാനം. ഞാൻ ആരെന്ന് അറിയുന്നതോടെ പ്രപഞ്ചത്തിന്റെ സാക്ഷിയായി മാറുന്ന പറഞ്ഞാൽ ഇനി ദുഃഖമില്ലാത്ത അവസ്ഥയാണ്. അതിനാണ് മോക്ഷം പറയുന്നത്.
ശത്രുസംഹാര എങ്ങനെ ശത്രുസംഹാരം ചെയ്ത് അവരെ ഭൂഷിക്കുകയും ആശ്രയിച്ച് ലോകം നേട്ടവർക്കാവുന്നു, അതുപോലെ ആത്മജ്ഞാനമില്ലാതെ ബ്രഹ്മോഷധം നല്ലത് മനസ്സിലാക്കി ഗുരുമുഖമായിട്ട് അഭ്യാസം ചെയ്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെതായ പരിപൂർണ്ണ ആനന്ദത്തെ നമുക്ക് കിട്ടുന്നു. ദുഃഖമില്ലാത്തതായ ആസ്വദത്തിൽ മാത്രം പറയുന്നു. അകത്വാസംഹാരം അകത്വാപുഷ്യം രാജാ രാജാമന്ത്രി ആപ്തോനം തതോപരി ശിലാകർഷണം. ആപ്തോക്തി ഖനനം ആപ്താൽ പറഞ്ഞ സൂക്ഷ്മമാണ്. ആപ്തോക്തി ഖനനം തതോപരി ശിലാകർഷണം. അതിന് കുഴിച്ചു നോക്കി കല്ലുകൾ എടുത്തു പറയും. ശിലാകർഷണം സ്വീകൃതി. ആ കല്ല് മാറ്റിയതിന്റെ അടിയില്ല സുഖം എടുക്കുന്ന പോലെ. നിക്ഷേപ സമപേക്ഷതേ നിരവധി ശബ്ദേഷു നിർഗച്ഛതി. പണം എന്ന് പറഞ്ഞാൽ പണം തീർക്കാം. കല്ലിന്റെ അടിയിൽ നിന്നിട്ട് തോന്നിയാൽ കല്ല് മാറ്റിയിട്ട് അതിന്റെ അടിയിൽ നിധി എടുത്തത് ആ നിധി നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ആപ്തോക്തി ഖനനം തതോപരി. ആപ്തോക്തിയെ കുറിച്ച് നോക്കണം. ആപ്തൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സംഘത്തിൽ അത് യഥാർത്ഥാമർ യഥാർത്ഥ യഥാർത്ഥത്തെ പറയുന്നത് പറഞ്ഞാൽ ലോകദൃഷ്ടിയിലായത് ജഡാന്ന് പടാന്ന് പറയുന്നത് അല്ല. ജഡാന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ബ്രഹ്മചൈതന്യമാണ് ജഡരൂപത്തിലുള്ളത്, അത് പടരൂപത്തിലുള്ളത്. എന്താ വെച്ചാല് ഗന്ധവത്തായ അംശം കിടക്കലും പടക്കലുണ്ട്. ആ ഗന്ധവത്തായ അംശം പൃഥ്വി അംശമായതുകൊണ്ട് പൃഥ്വി നല്ല സത്യത്തിൽ എന്തായാലും പൃഥ്വി മാതാവാണ്, അത് ചേതമാണ്. ജഡമായിട്ട് നമുക്ക് തോന്നുന്നു. ജഡമായി തോന്നുന്ന പൃഥ്വി മാതാവ് നമ്മൾ ജഡമായിട്ടും പടമായിട്ടും മരമായിട്ടും മനുഷ്യനായിട്ടും പറയുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ പൃഥ്വി മാതാവുള്ള ചൈതന്യം പല ഉത്പത്തിക്കും കാരണമായിട്ടുള്ളത്. അപ്പൊ മാതൃചൈതന്യം എന്ന് പറയുന്ന സമയത്ത് അവിടെ സൂര്യസംബന്ധം എന്നുള്ളത് അത് രൈജസ്ഥാനിന്റെ സമ്മതത്തിനാണ്, അന്യോന്യ സംസ്കാരത്തിനാണ്, ധർമാക്രമത്തിനാണ് ശരീരോത്പത്തിയാദികൾ ഉണ്ടാകുന്നുള്ളത്. അപ്പോ ആത്മോക്തിജനനം തതോവരി ശിലാകർഷണം. നേരെ വാസ്തവമായിട്ട് സന്യാസി പറഞ്ഞുകൊണ്ട് ഈ മലയുടെ കീഴിൽ നിധിയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആ മലയെ എടുത്ത് മാറ്റണം. എന്നിട്ട് കുഴിച്ചു നോക്കിയാൽ അവിടുത്തെ നിധി കിട്ടുള്ളൂ. അതുപോലെ സന്യാസികളായിട്ട് പ്രാർത്ഥികരായിട്ട് ഫിലോസഫിക്കൽ ലുക്കുള്ളവര്, അതായത് അതിലെ ആത്മജ്ഞാനമുള്ളവര് ആത്മോപരി ശിലാകർഷണം. എങ്ങനെയാണോ കല്ല് മാറ്റി ലിരിയിലെ കുഴിച്ചെടുത്ത് അതായത് സ്വർണം ലിരിയിൽ പോയിട്ട് എടുക്കുന്നോ അതുപോലെ പ്രയത്നം ചെയ്തിട്ട് നിക്ഷേപ സമപേക്ഷതേ നിരവധി അത് എടുത്തു വെക്കാം. അപ്പോൾ മാത്രം ശബ്ദേഷു നിർഗച്ഛതി. ശബ്ദം പറഞ്ഞുകൊണ്ട് ധർമ്മം നിധിയിടണം പറഞ്ഞുകൊണ്ട് കിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ആപ്തം പറഞ്ഞ് ആൾപ്പോയി കുറിച്ച് നോക്കി അതെടുത്ത് സംരക്ഷിച്ച് നാം അനുഭവിക്കണം. അതുപോലെ ആപ്തനായിട്ടുള്ള ശുദ്ധിയർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിൽ നിന്ന് ആസക്തർക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. മുക്തി കിട്ടാൻ മാർഗങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതായത് ഭക്ഷണം കഴിക്കാനായ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതായത് നമുക്ക് കഷ്ടപ്പെടാൻ നമുക്ക് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരോഷാണെന്ന് തോന്നുന്നത് പറയുന്നത്. ബ്രഹ്മവിത്തിന്റെ ഉപദേശത്തെ അതിൽ നമ്മൾ ധ്യാനം ചെയ്യണതിന് ദൃഢീകരിക്കുകയും ചെയ്യണം. യുക്തിയുക്തനായിട്ടുള്ള ആത്മയുക്തനായിട്ടുള്ള തത്വവിത്തായ ഫിലോസഫിക്കൽ അറിഞ്ഞ അവിടെ പോയിട്ട് ബ്രഹ്മ വിദോപദേശ ബ്രഹ്മവിദ്യയെ അറിഞ്ഞിട്ട് അവന്റെ അടുത്ത് ഉദ്ദേശത്തെ വാങ്ങി അതായത് മഹർഷ്യഭാഗം കേട്ട് മഹർഷ്യഭാഗത്തിലുള്ള സംശയത്തെ കേട്ട മൂലഭാഗത്തെ തെളിവാകും. ആ തെളിവാക്കി മൂലവും ഭാഷണത്തിലേക്കുന്നത് അതിനാൽ ആ ആഴത്തെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കാം. തദ്ബ്രഹ്മ വിദോപദേശ ബ്രാഹ്മണ്യത്തെ അറിഞ്ഞവരിൽ ആ ബ്രാഹ്മണ്യത്തെ ഉപദേശമായി സ്വീകരിച്ചുകൊണ്ട് മനനജ്ഞാൻ അത് കേട്ടാൽ പോരാ അത് എട്ട് കഴിഞ്ഞിട്ടുള്ള മനസ്സിന്റെ വിഷയത്തെ ദൃഢീകരണം അത് ധ്യാനം. ആ മനനം ചെയ്ത് ശരിയാണെന്നൊന്ന് ദൃഢീകരണം ചെയ്ത് ശ്രവണമെന്ന് വിദ്യാഭ്യാസമായി വ്യത്യാസമാണ് അതും കിട്ടുന്നത്. മായാകാര്യവിരോധികം ഇത് മായികമായി നാം മറഞ്ഞു നിൽക്കുകയാണ്. ആ മായികതയെ മറച്ചിട്ടില്ലാതെ മായികത എടുത്തു കളഞ്ഞാൽ
സ്വമലം തത്വം ദുർയുക്തി വിധി. അത് അമലമായ തത്വമാണ്, അത് ദുര്യുക്തികളല്ല, അത് ദുര്യുക്തി അല്ലാത്തതാണ് സുയുക്തി. മനസ്സിലാക്കേ? സ്വമലം സുഖീയമായതും മലരഹിതവുമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ശരീരത്തിന്റെ മലരത്തിന്റെ മാലിന്യങ്ങളുള്ളതാണ്. കണ്ണിലൂടെ ചവറ് വരും, മൂക്കിലൂടെ വെള്ളം വരും, കാതിലൂടെ ചവറ് വരും. അതേപോലെ ഓരോ ഓരോ തോട്ടം ഈ ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കുന്നതിൽ നാം ഇന്ദ്രിയ സൃഷ്ടാവായി മാറിയാലോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സൃഷ്ടാവെന്ന് പറയുന്നത് കർത്തൃത്വം എന്നുള്ളത് പൂർണ്ണ കർത്തൃത്വമായി മാറിയാലോ. അപ്പോ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്ന അർത്ഥം. അത് പ്രയോജക കർത്തൃത്വം പ്രയോജന കർത്തൃത്വം പറഞ്ഞിട്ടുണ്ട്. കർമാത്മാക്കളായ കർത്തൃത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യും അർത്ഥം. തദ്ബ്രഹ്മാനിരോപദേശമനന തദ്ബ്രഹ്മാനിരോപദേശമനനധ്യാനാചേർയത്തെ മായാസാഗരരോഹിതം മായാസാഗരരോഹിതം സമരം തത്വം പ്രയുക്തജേ തത്വം പ്രയുക്തജേ. ഈ ബ്രാഹ്മണ്യം എങ്ങനെ നിധിക്ക് വിടുക പ്രയത്നപ്പെടുന്നു. സ്വർണ്ണം ഉണ്ടാക്കാൻ വലിയ അടക്കം കുഴിച്ച് നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതുപോലെ നമുക്ക് പ്രയത്നമുണ്ട്. ആത്മജ്ഞാനം അല്ല. ഗുരു പഠിച്ചു കഴിഞ്ഞാൽ ആ ഗുരു അഭ്യാസം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഗുരു തന്റെ വിദ്യാർത്ഥനം ദൃഢീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുപോലെ മറ്റൊരു ആ ഗുരുവിന്റെ അടുക്കുന്ന ആശ്രയിച്ച് പഠനം പ്രശ്നം കഴിഞ്ഞ് പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് എല്ലാ മൂലങ്ങളും നമുക്ക് നോക്കാമെന്നാണ് നമ്മുടെ പ്രത്യേകത. സർവപ്രയത്നേന ഭവബന്ധമുക്തയെ. അതുകൊണ്ട് എല്ലാ പ്രയത്നം കൊണ്ടും സംസാരബന്ധം മുക്തിയിട്ടാൻ വേണ്ടിയിട്ട് സ്വൈരേ പ്രയത്ന കർത്തവ്യ അവനാണ് ഇന്നേറ്റം ചെയ്യണം. രോഗാധിപ പണ്ഡിതേ. എങ്ങനെയാണ് രോഗം വന്നു കഴിഞ്ഞാൽ അറിവുള്ളവര് രോഗത്തിൽ നിന്നും ആരംഭത്തിൽ ചികിത്സിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുപോലെ അറിവുള്ളവര് അത് ഇവിടുന്ന് മാത്രം എടുക്കും. അതായത് ചില വ്യക്തികള് പിന്നെ ഇങ്ങനെ ശിക്ഷിക്കുക ഒന്ന് മണ്ണ് നദികളെ തോന്നിയിട്ടുണ്ടാവും. അതായത് പുത്രനെ ദണ്ഡിക്കാം, മൃതിയെ ദണ്ഡിക്കാം, കാട്ടവും അടിക്കാം, മുളയൊക്കെ കൊണ്ടുകൊണ്ടടിക്കാം. പക്ഷെ അത് ആ തെറ്റുകളിലെ ദണ്ഡനാണെന്നുള്ളത് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊണ്ട് വേറെ ചില അസുഖങ്ങളുള്ളത്. അപ്പൊ അത് അറിഞ്ഞിട്ട് ഇന്നൊന്നും ചെയ്യാന്നുള്ള രീതിയുണ്ടെന്ന് ബോധവൽക്കരിക്കാനേ പറ്റുള്ളൂ. കഴിക്കാൻ പോയി സ്ഥിതിക്കാതെ മാറും. അപ്പൊ ദണ്ഡിക്കാണ് കാരണങ്ങള് നമ്മൾ മെല്ലെ ശരിയാക്കാവുക. നല്ല ചുവന്ന ദോശ വന്നത് അതിനനുസരിച്ച് തീയിൽ ആക്കിയാൽ ചുവന്ന് വരും. അതുപോലെ ഉണ്ടാക്കുന്ന ട്രിക്കും അറിയണമല്ല. അതുപോലെ തന്നെ ദണ്ഡിക്കാനുള്ള മാർഗങ്ങൾ രാജാവായി ഇങ്ങനെ ദണ്ഡിക്കണമെന്നുണ്ട്. പക്ഷെ രാജാവിനെ പറ്റുള്ളൂ. സാധാരണ ആളുകൾ ദണ്ഡ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ മാറും. എന്നാൽ അത് അവർ അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് സംഭാഷണത്തിലൂടെ തന്നെ അത് തീർക്കണമെന്നില്ലാണ് അതിന്റെ യഥാർത്ഥ വശ. സർവപ്രയത്നേന ഭവന്തവിമുക്തയെ. സംസാരബന്ധത്തിൽ മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വൈരേ പ്രയത്ന കർത്തവ്യ. ഗുരുവിനെ തേടി പോകണം. സർവജ്ഞനായിരുന്ന ഗുരുവാണ്. ഗുരുവിന് സർവജ്ഞതാണെങ്കിലും മോക്ഷത്തിന്റെ എല്ലാ മാർഗങ്ങളും പ്രത്യേകം അറിയും. മോക്ഷത്തിന്റെ എല്ലാ മാർഗങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ മാർഗങ്ങളും കൃത്യമായിട്ട് അറിയുന്നില്ല. അത് സംശയില്ല. അത് പ്രയത്നം ചെയ്യുന്നതിന് മനസ്സിലാവുള്ളൂ. സ്വൈരേ പ്രയത്ന കർത്തവ്യ. പണ്ഡിതന്മാര് ലോകത്തിനെ എങ്ങനെയാണ് മുന്നോട്ട് വൈദ്യം ചെയ്യുന്നു. ചില മുൻകൂട്ടിയെ വൈദ്യം ചെയ്തു സൂക്കേട് വരുന്നതിന് മുമ്പേ തന്നെ വരാറില്ല. ചില സൂക്കേട് വന്നതിന് ശേഷം അതിന് വേണ്ടി മരുന്നുകൾ. അങ്ങനെ ആയുർവേദത്തിൽ 2 ദിവസം മരുന്ന് ചെയ്യാണ്ട് ചികിത്സ ഉണ്ട്. അതുപോലെ കിട്ടി. സർവപ്രയത്നേന നമുക്ക് ആരോഗ്യമുള്ള സമയത്തിന് ആത്മജ്ഞാനത്തിൽ സമ്പാദിച്ചാൽ മാത്രമേ എഴുത്തുകാർക്ക് അഭ്യാസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അന്ധന്മാരെ പോലെ നാമം ജപിക്കാനേ പറ്റുള്ളൂ. നാമം ജപിക്കുന്നത് കൊണ്ട് കിട്ടുന്നുണ്ടോ വ്യക്തത ഇല്ലാതാണ്. വേദം ചൊല്ലി കഴിഞ്ഞാൽ പുണ്യം കിട്ടുന്നുണ്ടെന്നുള്ള വിശ്വാസം പോലെ നാമം ജപിക്കാൻ നമുക്ക് പുണ്യം കിട്ടുന്നുണ്ടെങ്കിൽ വിശ്വാസം. പക്ഷെ ശരിക്കുള്ള വിശ്വാസം നാമം ജപിക്കേണ്ട ആത്മജ്ഞാനം തന്നെയാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണ്ടുന്ന അവസ്ഥയിലാണ്. കാരണം പണ്ഡിതന്മാരെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് പ്രണവം ഒന്ന് മാത്രം മതി. അങ്ങനെ എഴുതുന്നവർക്ക് മറ്റു നാമങ്ങൾ യോഗമാണ്. വാസനത്തെ എത്തിപ്പെടാൻ പറ്റുന്നവര് മുക്തരാകുന്നത് ലഭിക്കാൻ പറ്റും. സർവപ്രയത്നേന മുക്തയെ സ്വരേന കർത്തവ്യ. രോഗാദാമിക പണ്ഡിതൈ പ്രശ്നോ പ്രശ്ന നീ ചോദിച്ചാൽ വലിയ ശ്രേഷ്ഠമായതാണ്.
വലിയാൻ ശാസ്ത്രവിരുദ്ധമാണ്, ശാസ്ത്രം അറിഞ്ഞിരിക്കുന്ന അവനാണ്, അങ്ങനെ ശാസ്ത്രീയമായി ചോദിക്കാം, അല്ലെങ്കിൽ ശാസ്ത്രം കേട്ട് കഴിഞ്ഞാണെന്ന് ചോദിക്കാം. സൂത്രപ്രയോ നിഗൂഢാർത്ഥ, സൂത്രവിരോധം ചോദിച്ചിരുന്നത് വളരെ ആഴമായ അർത്ഥമാണ്. ജ്ഞാതവ്യമുഷുരി, മോശത്തിലുള്ളവരാണ് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. കേൾക്കുന്നത് ഏതാണെന്ന് പറയുന്നത് കൊണ്ട് പോകും, പക്ഷെ മോശത്തെ ഇല്ലാത്തവരല്ല. പക്ഷെ അവർക്ക് ആ ഇത് ഇങ്ങനെയുള്ള ഗുണമുണ്ടെന്ന് അറിയില്ല. അപ്പൊ അറിയുന്ന സമയത്ത് അതിലേക്ക് പ്രവേശിക്കും. ഒരാള് പല ആൾക്കാർക്കും അറിയാത്തൊരു സബ്ജക്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവേശിച്ചു കൊടുക്കാനാവില്ല. ആ ഒരാൾ കുറച്ച് കേട്ട് അവരുടെ ആത്മാനുഭവത്തിന് കാരണമാവും. അവരതിലേക്ക് ശ്രമിച്ചത് അവർ മറ്റുള്ളവരെ പോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ജന്മാന്തരത്തിന് കാരണമാവും. പ്രശ്നോ നീ ചോദിച്ചോദ്യം ശിഷ്യനോട് പറയും, വളരെ വളരെ ശ്രേഷ്ഠമാണ്, ശാസ്ത്രവിദ്യാണ്, ശാസ്ത്രവിദ്യത്തിലും ഉത്തമമായതാണ്. സൂത്രപ്രായോ നിഗൂഢാർത്ഥ, വളരെ ചെറിയ അർത്ഥം. അതായത് സൂത്രം എന്ന് പറഞ്ഞാൽ ആന അറിഞ്ഞാൽ, മാട് അറിഞ്ഞാൽ, മനുഷ്യൻ അറിഞ്ഞാൽ, പാറമനുഷ്യ ഇത്രയും വലിയ ആളാണ് നടന്നത്, ഇത്രയും വലിയ മാടാണ് നടന്നത്, ഇത്രയും വലിയ ഒരു പശുവാണ് നടന്നത്, ഇത്രയും വലിയൊരു ആനയാണെന്നത് എന്ന് മനസ്സിലാക്കുന്നത് പോലെ സൂത്രപ്രായോ നിഗൂഢാർത്ഥ മോക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂത്രമായ രഹസ്യമുള്ളത് സ്വപ്രലോകത്തിൽ നിന്ന് അതിചുരുക്കത്തിലുള്ള രഹസ്യമായത് അറിഞ്ഞേ പറ്റുള്ളൂ. അതിൽ തന്നെ മനസ്സിനെ അടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ത്യങ്ങൾ അടങ്ങുള്ളൂ. മനസ്സിന്റെ അടങ്ങാനും ബുദ്ധിവത്വത്തിനാണ് വിജ്ഞാനം പറയുന്നത്. വിജ്ഞാനത്തിന് ദുരുപദേശത്തിലൂടെ വരുന്നുണ്ട്. സുനുഷാവഹിതോ വിദ്വാൻ ജന്മയാ സുമതീയതേ, സുനുഷാവഹിതോ വിദ്വാൻ കേട്ട് സംസാരം വിദ്വാനാവാം. മയാ സമുദീയതേ, എന്താണ് ഗുരുവിൽ ആൾ ഉദ്ദേശിക്കുന്നത് എന്നത് കേട്ട് മനസ്സിലാക്കി പറ്റും. തതേത് ശ്രവണാന് സദ്യ, ഉദ്ദേശിക്കുന്ന ഉടനെ തന്നെ മോക്ഷത്തെ സംസാരബന്ധത്തിൽ മോക്ഷമാണ്. സംസാരബന്ധത്തിൽ മോക്ഷമാണ്. അതാണ് അരി അടുപ്പപ്പെട്ട് തീ കത്തിച്ചാൽ ഉടനെ ആണെന്ന് പറഞ്ഞാൽ വേറെ സമയത്ത് 20 നിമിഷം 30 അവർക്ക് അതെടുക്കും. അതേപോലെ ഗുരുവിന്റെ എടുക്കുന്ന ഉപദേശത്തിൻ്റെതായ മുഖ്യമായ ഉപദേശം, അതായത് എല്ലാത്തിനും ഉപദേശം പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അരി വെക്കാനുള്ള ഒരു ഉപദേശം, ഒരു ചായ ഉണ്ടാക്കാനുള്ള ഒരു ഉപദേശം, അതെന്ന് വെച്ചാൽ ആ ചായ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ചായയുടെ ടേസ്റ്റ് മാറും. ഏതൊക്കെ അരി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറുന്ന പോലെ അത് കൃത്യമായിട്ട് അത് അറിയുന്നവർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതുപോലെ അതേ ടേസ്റ്റ് ഉണ്ടാക്കാനാവുള്ളൂ. അത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാൻ നമുക്ക് ഉപദേശമാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ മുക്തി സർവതാപമുള്ള ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ വേണമെന്നുള്ളത് അത് അറിഞ്ഞവർ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ എത്തുള്ളൂ എന്ന് പറയുന്നത് മൂക്ഷമായിട്ടുള്ളത് മാത്രമേ വരാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാത്തവർ സംസാര ദുഃഖത്തെ ഇനി പണം ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഇനി സുഖം ഉണ്ടാകാനോ സുഖം എത്തിയിരുന്നില്ല. ഈ ദുഃഖമിശ്രമായ ദുഃഖവും സുഖവും സമ്മിശ്രമായിട്ടും മാത്രമേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. അതിന് രക്ഷപ്പെടണമെങ്കിൽ ആത്മമാർഗം വേണം. അതറിയാൻ തന്നെ ഐശ്വര്യം ഉണ്ടാവുന്നതും രഹസ്യമാണ്. മോക്ഷേതു പ്രഥമ നിഗദ്യതേ വൈരാഗ്യ അത്യന്തമനി അനിത്യവസ്തു, അത്യന്താനുച്ചായ ലോകവസ്തുക്കളിൽ വൈരാഗ്യമുണ്ടായത്. അത്യന്താനുച്ചായ ലോകവസ്തുക്കൾ വൈരാഗ്യം മനസ്സിലായെങ്കിൽ മോക്ഷത്തേതോ പ്രഥമോ നിഗദ്യത, മോക്ഷമാണ് ആദ്യം പറയപ്പെടുന്നത്. അത്യന്ത അനിത്യമായ പദാർത്ഥത്തില് വൈരാഗ്യം വരണം. അത്യന്ത അനിത്യമായ പദാർത്ഥത്തിൽ വൈരാഗ്യം വന്നിട്ടാണെങ്കിൽ മോക്ഷത്തിന് കാരണമില്ല. ലോകത്തിൽ വേണ്ടതായ പദാർത്ഥങ്ങൾ നമുക്ക് ഒരു കാലങ്ങളിൽ ഒരു കാലത്ത് നമ്മൾ വിട്ട് പോയേ പറ്റും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് അതിന് മുമ്പേ നമുക്ക് വിടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മപക്വമായാൽ മാത്രമേ പറ്റുള്ളൂ. മോക്ഷത്തേതോ പ്രഥമോ നിഗദ്യതേ വൈരാഗ്യം അനിത്യവസ്തു. അവിടെ വേദാന്ത ജ്ഞാനം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിരുന്നു അർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നതൊന്നും ചെയ്തേ പറ്റൂ. എന്നാലേ അവരവരുടെ ജീവിതത്തിന് വേണ്ടുന്നതാകുള്ളൂ. എന്നാലും ആ ജീവിതത്തിന് വേണ്ടി നടക്കുന്ന സമയത്തും കുറച്ചെങ്കിലും നിമിഷം മുക്തിയുടെ മാർഗത്തിൽ ആവശ്യത്തിലേക്ക് ഉണ്ടാക്കുമ്പോൾ നിൽക്കുമ്പോഴേ ഉറപ്പില്ല എന്നത് മേലെ മേലെ ഗ്രന്ഥങ്ങൾ നോക്കുന്ന സമയത്തും നേരെ ലക്ഷ്യത്തിൽ ഇരുന്ന് അവിവിചിതമായ ഘട്ടങ്ങളൊന്നും മനസ്സിലാക്കുന്ന നമുക്ക് കിട്ടും. ഒരു ജീവനും മുക്തിയിലുള്ളതും മുക്തി ഇല്ലാതാക്കും അവരവരുടെ ബുദ്ധി തന്നെയാണ്. ആ ബുദ്ധി അവരവരെ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റും. സമസ്താദിതമസ്ഥിതീക്ഷ, സമന്നുള്ളത് ഇന്ദ്രിയങ്ങളടക്കല്, ദമം എന്നുള്ളത് 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളടക്കം ജ്ഞാനേന്ദ്രിയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമം പറയും.
ദീക്ഷ കാരണം കാണുന്നത് കാണുന്നത് ഇന്ത്യയിലെ കാണുന്നില്ല അഖില കർമ്മത്തെ ത്യാഗം ചെയ്യാനുള്ള മനസ്സുമാണ്. അത് ഇതിന്റെ സാററിയണം. എല്ലാവർക്കും സുഖമുണ്ട്, നമുക്ക് മാത്രമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും സുഖമുണ്ട്, നമുക്കുണ്ട്. എല്ലാവർക്കും സുഖമില്ല, നമുക്കില്ല. എല്ലാവർക്കും മോശം ആവുമെങ്കിൽ ആർക്കും മോശമാണ്. അപ്പൊ എല്ലാവർക്കും മോശമാവുന്നില്ല എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ആണെന്ന് പറയുന്നത് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ ഉപദേശത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ ഈ ഉപദേശം അറിഞ്ഞില്ലെങ്കിൽ ഇത്രയും കിട്ടില്ലാന്നായില്ലേ. മോക്ഷേതോ പ്രഥമോ നിഗദ്യതേ വൈരാഗ്യമത്യന്തമനിത്യവസ്തുഷു തദർശനാത് ധർമ്മീക്ഷ അതിന് ശ്രമം, അതിന് ധർമ്മം, അതിന് എല്ലാവരും അത് സന്യാസമുണ്ട്. അതിലെ കർമ്മ സന്യാസം എന്നുള്ളത് ഒരു സമയത്തിന് വരും. അപ്പൊ സർവേന്ദ്രിയ സുഖവും കിട്ടി, അത് ഏകത്വം നല്ലത് കിട്ടി. സർവേന്ദ്രിയങ്ങളും ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ മനസ്സ് അമനീഭാവാകുന്നത് ഹൃദയത്തില്, അതുപോലെ ബുദ്ധികത്തിൽ നിൽക്കുന്ന കർമാത്മാവില് ജീവാത്മാവിന്റെ കർമാത്മാവിൽ ഇരിക്കുന്നതായത് ബോധം അമ്മയുടെ സംബന്ധിക്കുന്നത് ശ്രമം ഓരോരാളും ഓരോ സംഘത്തിലൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തദശ്രുതി തന്മനം സദസ്വജ്ഞാനം ശ്രവണം, അത് മനനം തത്വജ്ഞാനം എന്നുള്ളത് ചിരനിത്യ നിരന്തരം എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് മുനേതോ അവികൽപ്പം വികല്പമില്ല എന്ന് മനനം ചെയ്യുന്നതാണ്. പരമേന്യം വിദ്വാൻ പരമത്തെ അറിഞ്ഞേറ്റം ഇവിടെ നിന്ന് വിദ്വാനായിട്ടും നിർവാണസുഖം സമൃദ്ധി, നിർവാണസുഖത്തെ അറിയുന്ന സദ്യമുഖ്യായിട്ട് ആവൃത സുഖമാണ് അവിദ്യയുടെ ചെയ്തത്. അതായത് വന്നിട്ട് പോകുന്നത് വെറും പോവില്ല എന്നുള്ളത്, അതാണ് നിർവാണ സുഖം എന്ന് പറയുന്നത്. അതായത് ഭക്ഷണങ്ങളില്ലാണ്ട് അനുഭവിക്കുന്ന സുഖമല്ല നിർവാണം എന്ന് പറയുന്നത്. മേഘത്തിനെ ആകാശത്തിനെ കുറവുകൊണ്ട് മറക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത് പോലെ ആകാശയുടെ കുറവൊന്നും ആയത് അത് അവിദ്യ കൊണ്ട് ഒരിക്കലും മനസ്സില്ല. നിർവാണ സുഖം നല്ലത് സ്വാനുഭവം എന്നുള്ളത് കാരണം ഈ കണ്ണുകളായ തത്വത്തെ കാണും. അതുമാണ് ശ്രമത്തിലൂടെയാണ് മനനം ഗുരുവിന്റെ മനനം ചെയ്യണം. ഗുരു പറഞ്ഞത് അത് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അത് ബ്രഹ്മണി ചെയ്യണം. തത്വജ്ഞാനം അപ്പോൾ ചെയ്യുന്നത് അപ്പോഴെ ശുദ്ധാവത് മനസ്സുദ്ധായ അമിഭാവങ്ങൾ വരും. മുനേ തതോ പരമത്തെ അറിഞ്ഞ ഇവിടെ തന്നെ നിർവാണ സുഖം നിർവാണ സുഖമായിരുന്നു. യദ്ഭോദ്രവ്യം തദേതാനി ആത്മാനാത്മവിവേചനം. ശിഷ്യൻ ചോദിച്ചത് എത്ര പറയുന്നു? ആത്മായത് അനാത്മായത് അറിയണമെന്നുള്ളത്. യദ്ഭോദ്രവ്യം തദേതാനി ശിഷ്യ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാല് ആത്മാനാത്മവിവേചനം. യഥാത്മാ ഏതാണ്, ഏത് ശരി, ഏത് കാണാം, ഏത് സൂര്യൻ, ഏത് ചന്ദ്രൻ, ഏത് ഉത്പത്തി ഏത് അനുപത്തി, ഏത് കാരണങ്ങളിലും ഏത് കാര്യത്തിലും, ഏത് സത്യവസ്ഥ ഏത് അസത്യവസ്തു എന്നൊരു വിവേചനം. ജീവാത്മയും പരമാത്മയും അല്ല അതിന്റെ ആരംഭം അതിൽ നിന്ന് രക്ഷിക്കുന്നത്. യദ്ഭോദ്രവ്യം തദേതാനി ആത്മാ ആത്മവിവേചനം. ആത്മേതരം ആത്മേതരം അസത്യതാത്മ സത്യതാത്മ സദാവർത്തമാനത്തിന്റെ ആത്മ സദാവർത്തമാനം പോലെ പോകുന്നതായ പ്രവർത്തനം. ആ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നു. ഞാൻ ശരിയായിട്ട് പറയാൻ പോകുന്നു. ആത്മാവ് നന്നായിട്ട് വിവേചനം മമ ആത്മാത്മവിവേചനം. ആത്മേത് ആത്മേത് വിവേചനത്തെ ഞാൻ പറയുന്നത് സതുച്ഛതേമയ സതുച്ഛതേമയ ആത്മാവെന്ന് പറയുന്നത്. അടുത്തത് പിന്നെ പറയാം. മഞ്ജ അധ്യാത്മേധ എല്ലാവരും പിന്നീട് പറയാം. ഹരി ഓം.